ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോൾഡ്, സിൽവർ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ക്രൂഡ് ഓയിൽ എന്ന MCXന്റെ വീക്കിലി റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി മുതൽ എല്ലാ ആഴ്ചയിലും ഞാനൊരു MCXന്റെ വീക്കിലി റിവ്യൂ തരും. ഈ 4 ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസും. അത് ബൈ ഗോയിങ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ടൈം പെർമിറ്റ്സ് ആണെങ്കിൽ ഡെയിലി ഒരു വീഡിയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള മാക്സിമം ശ്രമിക്കാം. ഇത് എല്ലാവരും ചോദിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് ടൈമിൻ്റെ ഒരു സ്പെൻഡ് ചെയ്യാൻ വളരെ ടൈം കുറവാണ്. ഒന്ന് നമ്മുടെ മെന്ററിങ്ങിന്റെ ബാച്ച് പോകുന്നുണ്ട്, പിന്നെ പ്രോപ്പറേറ്റ് ഡെസ്ക് അതായത് പ്രോപ്പ് ഡെസ്കിനുള്ള കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ US നിന്നും സിംഗപ്പൂരിൽ നിന്ന് വരെ. അപ്പൊ അത് അങ്ങനെയൊക്കെ വരുന്നത് ഉള്ളവരുടെ കൺസൾട്ടൻസി കൊടുക്കുന്നത് കൊണ്ടും അതിലുള്ള ടൈമും ഫ്രെയിമും എനിക്ക് കിട്ടുന്നില്ല. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഓൺ ട്രേഡിങ്, എൻ്റെ കറണ്ട് ഓഫീസിൻ്റെ പ്രോപ്പർട്ടി ട്രേഡിങ്ങിൻ്റെ ഒക്കെ സിസ്റ്റം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ടൈം പെർമിറ്റ്സ് ചെയ്യാത്തത്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീക്കിലി റിവ്യൂവിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് നമുക്ക് ക്രൂഡ് ഓയിൽ തന്നെ. ക്രൂഡ് ഓയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 52 60 നിന്ന് കയറി 5300 പോയിട്ട് റേഞ്ച് വന്നൊരു ന്യൂട്രൽ വീക്കായിട്ടാണ് ഈ വീക്ക് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 5344 അവിടെയാണ് POC വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ആ ഭാഗത്തൊക്കെ തന്നെയാണ് ക്രൂഡ് ഓയിൽ കൃത്യമായി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് 5244 താഴെ മാർക്കറ്റ് വരെയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചത്തെ വാല്യൂ ഏരിയ ഹൈഡ ഭാഗത്തേക്ക് മാർക്കറ്റ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ 5175 അതിന് താഴെ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ടല്ലോ, അപ് ടു 50,060 വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം, അതായത് 5040 വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ 5244 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5175, 5124, 5040 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇത് ക്രൂഡ് ഓയിലിന്റെ ഡൗൺവേർഡ് ലെവലാണ്. ഇല്ല, ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ക്രൂഡ് ഓയിൽ 5298 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5343, 5449 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് ഒരു ബാലൻസിങ് ഫോർമേഷൻ തരാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഡൗൺവേർഡ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ 5244 താഴെയാണ്. അത് 5175, 5124, 5064, 5040 എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്തിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബാലൻസിങ് മോഡ്, അതായത് മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ 5298 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് കയറി 5343, അതിന് മുകളിൽ 54648. ഇനി 5448 താഴേക്ക് മാർക്കറ്റ് എൻ്റർ ചെയ്യണമെങ്കിൽ തിരിച്ച് ബസ് ഇങ്ങനെ പോകുന്ന ബസ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ, തിരിച്ച് താഴേക്ക് ഇറങ്ങി 5343, 529 എന്ന് പറഞ്ഞാൽ 5298 5448 ഇടയ്ക്ക് ഒരു ബാലൻസിങ് തരാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 5450 മുകളിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ പുതിയൊരു മൂവ്മെന്റ് മാർക്കറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് 5487, 5562 എന്ന് പറഞ്ഞ ഈ ഭാഗത്തേക്ക് ക്രൂഡ് ഓയിൽ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എൻ്റെ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ചുള്ള ഒരു വീക്കിലി വ്യൂ. ഇനി നമുക്ക് നോക്കാം നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസ് ഒരു സ്ട്രെങ്തോടുകൂടി ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും യൂട്യൂബിൽ പറഞ്ഞായിരുന്നു, നാച്ചുറൽ ഗ്യാസ് സംബന്ധിച്ച് 389 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 420 വരെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നാച്ചുറൽ ഗ്യാസ് ഓൾമോസ്റ്റ് 416 ഒക്കെ വരെ പോയായിരുന്നു. ഓൾമോസ്റ്റ് ഇതിന്റെ ടാർഗറ്റ് ഒക്കെ നാച്ചുറൽ ഗ്യാസ് ഹിറ്റ് ആയിരുന്നു. നല്ല ട്രേഡ് ആയിരുന്നു. നാച്ചുറൽ ഗ്യാസ് ഒരു ട്രെൻഡിങ് അപ്പായ ഒരു വീക്ക് ആയിരുന്നു ഇപ്പൊ വന്നത്. അത് ഏകദേശം പറഞ്ഞാൽ 401 ഭാഗത്തൊക്കെ തന്നെയാണ്, അവ POCയുടെ ഭാഗത്തൊക്കെ തന്നെ നാച്ചുറൽ ഗ്യാസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നാച്ചുറൽ ഗ്യാസിൽ ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ 406 മുകളിൽ നാച്ചുറൽ ഗ്യാസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 410, 16, 420 മുകളിൽ പോകാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇല്ല, 400 താഴെ നാച്ചുറൽ ഗ്യാസ് സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ തിരിച്ചിറങ്ങി നമ്മൾ 390 വരെ വരാനുള്ള ചാൻസസ് അപ്പോൾ കൂടുതലാണ്. ഈ 390 നാച്ചുറൽ ഗ്യാസ് പൊട്ടുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും മാർക്കറ്റ് ഇറങ്ങി 384, 380, 372 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 390ക്ക് താഴെ ഞാനൊരു ബെറിഷ് വ്യൂ നാച്ചുറൽ ഗ്യാസ് എടുക്കുന്നുള്ളൂ. ആ ടാർഗറ്റ് 384, 380, 376 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക്, 73 ഭാഗത്തേക്ക് നാച്ചുറൽ ഗ്യാസ് വരാം ബെറിഷ്. ഒരു ബാലൻസിങ് ആണെങ്കിൽ നാച്ചുറൽ ഗ്യാസ് 390ക്കും 410നും ഇടയ്ക്കുള്ള റേഞ്ചിനകത്ത് കിടന്ന് വേണമെങ്കിൽ നാച്ചുറൽ ഗ്യാസ് കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി 410 പൊട്ടുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസ് വീണ്ടും പുതിയൊരു ബുള്ളിഷ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 416, 420, 435, 40 ഒക്കെ റേഞ്ചിന്റെ ഭാഗത്തേക്ക് നാച്ചുറൽ ഗ്യാസ് പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു വീക്കിലി റിവ്യൂ. ഇനി ഗോൾഡ്, എല്ലാവരും ചോദിക്കുന്ന സാധനം ഗോൾഡ്.
ഗോൾഡ് നമ്മുടെ ഈ ഒരു ദീപാവലി സമയത്ത് ഈ ഒരു വീക്കിലാണ് ഗോൾഡ് അടിച്ചിറങ്ങി ഏകദേശം പറഞ്ഞാൽ 4350 ഇന്ന് 80 ഇന്ന് 4000 വരെ വന്നത്. അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് ഇറങ്ങാൻ ശ്രമം നടന്നെങ്കിലും ഗോൾഡ് നടന്നിട്ടില്ല. ഞാൻ എൻ്റെ പറഞ്ഞത് ഞാൻ ഗോൾഡിന് സെല്ലിംഗ് പ്രതീക്ഷിക്കുന്നില്ല, റിവേഴ്സൽ പ്രതീക്ഷിക്കുന്നു പറഞ്ഞു. ഓൾമോസ്റ്റ് ഈ 4300 ഒക്കെ 240 വരെ വന്നായിരുന്നു. ഗോൾഡ് തിരിച്ച് താഴേക്ക് വീണ്ടും ഇറങ്ങി ഒരു 4085 ഭാഗത്തേക്കാണ് ഗോൾഡിൽ വന്നേക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗോൾഡിൽ ഞാനൊരു റേഞ്ച് ബെനിഫിറ്റ് കാണുന്നുണ്ട്. 4200-നും 4080-നും 60-നും ഇടയ്ക്കുള്ള റേഞ്ചിൽ ഒരു ഗോൾഡ് ഒരു ബുള്ളിഷ് ഒരു ബാലൻസിങ് മൂവ്മെന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ 4195-ന് മുകളിൽ ഗോൾഡ് USD നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബുള്ളിഷ് വരും. അങ്ങനെയാണെങ്കിൽ 4236-236-ഉം 4292-ഉം അതിന് മുകളിൽ 4380-ന്റെ ഭാഗത്തേക്ക് ഗോൾഡ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി ഗോൾഡിന്റെ ബുള്ളിഷ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത 4195-ന് മുകളിൽ ഗോൾഡ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 4236, 4294, 4350 ഭാഗത്തേക്ക് ഗോൾഡ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ബാലൻസിംഗ് എന്ന് പറയുമ്പോൾ 4200-നും 4060-നും ഇടയ്ക്ക് ഒരു ബാലൻസിംഗ് മൂവ്മെന്റ് തന്നാൽ ഈ ഒരു റേഞ്ച് കീപ്പ് ചെയ്യാനുള്ള ചാൻസും ഗോൾഡ് കൂടുതലാണ്. ഇനി ഗോൾഡിനെ സംബന്ധിച്ച് 4060 പൊട്ടുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങി 4023, 4000, അതിന് താഴെ 3955 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് ഗോൾഡ് USD എത്താനുള്ള ചാൻസ് വളരെയധികം ഗോൾഡിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് സിൽവർ അവൻ കഴിഞ്ഞ വന്ന ഹൈ ഇല്ലേ, ഈ ഒരു ഓൾമോസ്റ്റ് ഈ ഹൈ $54 ഭാഗത്തേക്ക് സിൽവർ കൃത്യമായിട്ട് പോയി നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് വന്ന് ഹെവി സെല്ലിങ് $54 ഭാഗത്ത് എത്തുമ്പോൾ സിൽവറിനെ സംബന്ധിച്ച് ഹെവി സെല്ലിംഗ് കാണുന്നുണ്ട്. താഴേക്ക് ഇറങ്ങി POC വന്നിരിക്കുന്ന ഈ വീക്കിൽ 51 ഓൾമോസ്റ്റ് $50.55 ഭാഗത്തേക്കാണ് സിൽവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിൽവറിനെ സംബന്ധിച്ച് നമ്മൾ ഈ 50 സെല്ലിംഗ് ഞാൻ മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത് 49.60 $49.6 താഴെ സസ്റ്റൈൻ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് 48.2, 47.5, 46.9 എന്ന് പറഞ്ഞ ഡോളറിന്റെ ഭാഗത്തേക്ക് സിൽവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബാലൻസിങ് ആണെങ്കിൽ 53-നും 49-നും ഇടയ്ക്കുള്ള ഡോളറിന് ഇടയ്ക്ക് സിൽവറിന്റെ ഒരു ബാലൻസിങ് മൂവ്മെന്റ് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 53 എത്തുമ്പോൾ സപ്പോർട്ട് എടുക്കുക, 49 കോൾ എടുക്കുക എന്നൊരു സ്ട്രാറ്റജി വേണമെങ്കിൽ സിൽവറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡോളർ ബേസിൽ നോക്കി ചെയ്യാവുന്നതാണ്. ഇനി ഫ്രഷ് മൊമെന്റം ബ്രേക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ $53 മുകളിൽ സിൽവർ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്രഷ് ആയിട്ടുള്ള അപ്വേർഡ് മൊമെന്റം റാലി മുകളിലോട്ട് വരുള്ളൂ. അത് ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് സിൽവറിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. സോ എപ്പോഴും ഓർത്തോളുക, ഇത് സിൽവറും ഗോൾഡും ഞാൻ ഡോളർ ലെവലിലാണ് പറഞ്ഞത്, MCXന്റെ ലെവലിലാണ് ഗോൾഡ് നാച്ചുറൽ ഗ്യാസും ഡോളറും പറഞ്ഞത്. ലെവൽ മാർക്ക് ചെയ്യുക, ഈ റെഫറൻസുകൾ വാക്ക് ചെയ്യുക, അത് വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.